5 മിനിറ്റ് പോലും വേണ്ട ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. കറിയൊന്നും കൂട്ടാതെ തന്നെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ള ഒരു ദോശേൻ്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മൈദ അളന്നിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് നേരമുള്ള അരച്ചെടുത്താൽ മതിയാവും. ബാറ്റർ ഒന്ന് സ്മൂത്ത് ആകുന്നവരെ അരച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ ഒരു കോഴിമുട്ട എടുക്കാം. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഒന്നും വേണ്ട, അതിൻ്റെ ഒരു പകുതി ഇട്ട് കൊടുത്താൽ മതിയാവും, ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മുട്ടയെല്ലാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മൈദേൻ്റെ മിക്സ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് സമയം എടുക്കും മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. മുട്ടയും ഈ മൈദേൻ്റെ മാവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. അതുവരെ ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ബാറ്റർ കാണുമ്പോൾ വൈറ്റ് കളറിൽ തന്നെ ഉണ്ടാകുക, മഞ്ഞൾ ചേർത്തതിൻ്റെ ഒരു എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പോഴേക്കും നല്ല കളറായിട്ട് വരും. ഇനി ഇതുപോലെ ഒരു ഫ്രൈങ് പാനിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം. ദോശ തവ ആയാലും മതി, ഏതിലായാലും നെയ്യൊന്ന് തടവി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ലൈറ്റായിട്ട് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 30 സെക്കൻഡെല്ലാം മതിയാവും. അത്ര സമയം കൊണ്ട് ഇതിൻ്റെ മുകളിലെ വെള്ളമെല്ലാം ഒന്ന് ആറി കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കൂടി കുറച്ച് നെയ്യൊന്ന് ഇതുപോലെ തടവി കൊടുക്കാം. നെയ്യ് തടവി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മറിച്ചിടാം. ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കളറ് ലൈറ്റായിട്ടൊന്ന് മാറി വരണം. ഇനി ഇതൊന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ ഇതൊന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2 ഭാഗവും കളറ് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് ഇത് പാനിൻ്റെ അകത്ത് നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ചെറുതായിട്ടൊരു ബ്രൗൺ കളറിലും വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ദോശേൻ്റെ റെസിപ്പിയാണ്. കറിയൊന്നും ഇല്ലാണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് ചായൻ്റെ കൂടെ സ്നാക്കായിട്ടോ എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇതിൻ്റെ മേലെ കുറച്ച് ന്യൂട്രലെല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കെല്ലാം സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനും അടിപൊളിയായിരിക്കും. എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്